മുത്തുനബിയോട് സ്നേഹമുള്ളവർ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവർ അവിടുത്തെ ഹദീസിനെയും വല്ലാതെ സ്നേഹിക്കും. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ദാരിൽ ഹിജ്റ മാലിക് റളിയല്ലാഹു അൻഹു വല്ലാത്ത മഹബത്തുള്ള മഹാനാണ്. മദീനയിൽ ചെരുപ്പ് ധരിക്കാതെ നടക്കുന്ന മഹാനാണ്. മദീനത്ത് ചെരുപ്പ് ധരിക്കൂല, അത്രയും മുത്തുനബിയോട് വല്ലാത്ത മഹബത്ത് കാണിച്ച മഹാനാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ലക്ഷക്കണക്കിന് വരുന്ന ഹദീസ് മനപ്പാടമുള്ള മഹാനാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഒരു ദിവസം ഹദീസിന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ശിഷ്യന്മാർക്ക്. ഒരുപാട് ശിഷ്യന്മാരുണ്ട്. ആ ശിഷ്യന്മാർക്ക് മാലിക് റളിയല്ലാഹു അൻഹു ഹദീസിന്റെ ക്ലാസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വലിയ ഒരു വിഷമുള്ള ഒരു തേള് വന്നിട്ട് മഹാനവറുകളെ കുത്തി. എപ്പോഴും ഹദീസ് ക്ലാസ് എടുക്കുമ്പോ വുളൂ എടുത്ത് വളരെ അദബോടുകൂടെ ക്ലാസ് എടുക്കുള്ളൂ. കാരണം മുത്തുനബിയുടെ ഹദീസാണല്ലോ പറയുന്നത്. അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ക്ലാസ് എടുക്കും. പിന്നെ അവിടെ എന്ത് നടന്നാലും മഹാനവറുകൾ അറിയില്ല. അത്രമാത്രം ശ്രദ്ധയായിരിക്കും. ആ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഹദീസ് ക്ലാസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വലിയ ഒരു വിഷമുള്ള തേള് വന്ന് മഹാനവറുകളെ കുത്തിന്ന് മാത്രല്ല 16 തവണ കുത്തി. ആ തേളിന്റെ വിഷം മഹാനവറുകളിലേക്ക് കയറിയിട്ട് മഹാനവറുകളുടെ മുഖം പോലും ആകെ വിവർണമായി പോയി. മുഖത്തിന്റെ കളർ തന്നെ മാറിപ്പോയി വിഷം കയറിയിട്ട്. 16 തവണ കുത്തിയില്ലേ. സുബ്ഹാനല്ലാഹ്. എന്നിട്ടും മഹാനവറുകൾ ഹദീസ് നിർത്തിയില്ല. ശിഷ്യന്മാർക്ക് ഹദീസ് പറഞ്ഞു കൊടുക്കുന്നത് മഹാനവറുകൾ നിർത്തിയില്ല. തേളിങ്ങനെ കുത്താന്നല്ലാതെ മഹാനവറുകൾ ആ ഹദീസിന്റെ ക്ലാസ് എടുക്കുന്നു എഴുന്നേറ്റില്ല. മഹാനവറുകൾ ഹദീസ് പറഞ്ഞു കൊടുത്ത് നിർത്തിയില്ല. ഹദീസ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. കണ്ടു നിൽക്കുന്ന ശിഷ്യന്മാര് അവർക്ക് മുഴുവനും പേടിയായി. എന്താ ഉസ്താദ് തേള് കുത്തിയിട്ടും അതിനൊന്നും മൈൻഡ് ചെയ്യാതെ പിന്നെ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത്. ക്ലാസ് കഴിഞ്ഞപ്പോ ശിഷ്യന്മാര് ചോദിച്ചു, അല്ലയോ ഉസ്താദേ, എന്തിനാണ് ഇത്രയും വലിയ വിഷമുള്ള ഒരു തേള് വന്ന് കുത്തിയിട്ടും മഹാനവറുകൾ ക്ലാസ് നിർത്താഞ്ഞതെന്താണ് എന്ന് ചോദിച്ചപ്പോ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മക്കളെ, എന്നെ തേള് കുത്തി ശരി തന്നെയാണ്. പക്ഷേ ഞാൻ ഹദീസിന്റെ ക്ലാസ്സിൽ ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അത് പാതിയിൽ വെച്ച് നിർത്തുന്നത് അത് മുത്തുനബിയോട് കാണിക്കുന്ന മര്യാദ കേടാണ്, അദബ് കേടാണ്. അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് തേള് കുത്തിയാലും ഹദീസ് ക്ലാസ് പൂർത്തിയാക്കാതെ അതിനെ മൈൻഡ് ചെയ്യാതിരുന്നത്. അപ്പോ ഇത്രയും ഹദീസിനെ ബഹുമാനിച്ച ഒരു മഹാനാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. ഹദീസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇടയിൽ അത് നിർത്തുന്നത് ശരിയല്ലല്ലോ, അത് മുത്തുനബിയോട് കാണിക്കുന്ന ഒരു അദബ് കേടാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇടയിൽ സ്റ്റോപ്പ് ചെയ്യാതിരുന്നത്. അത്രയും മുത്തുനബിയോട് മഹബത്ത് കാണിച്ചവരാണ് നമ്മുടെ പൂർവികരായ മഹത്തുക്കളൊക്കെ. നമ്മുടെയൊക്കെ മഹബത്ത് എവിടെയാണ്? ഞങ്ങളുടെ ഖൽബിൽ മഹബത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നവർ ഹദീസിനെ സ്നേഹിക്കും. ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നവർ അവിടുത്തെ സുന്നത്തിനെ സ്നേഹിക്കും. മൻ അഹ്യാ സുന്നതി ഫഖദ് അഹബ്ബനി, എന്റെ സുന്നത്തിനെ ആരെങ്കിലും ജീവിപ്പിച്ചാൽ അവൻ എന്നെ ഇഷ്ടം വെച്ചവനാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നാൽ അവൻ അഹബ്ബനി, എന്നെ ഇഷ്ടം വെച്ചാലോ കാന മഈ ഫിൽ ജന്ന, അവൻ എന്റെ കൂടെ സ്വർഗ്ഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയോടുള്ള മഹബ്ബത്ത് നമുക്ക് ധാരാളം ഉണ്ടാകണം. അതാണ് നമ്മുടെ പൂർവികരായ മഹത്തുക്കളൊക്കെ നമുക്ക് കാണിച്ചു തന്ന മാതൃക. മുത്തുനബിയോട് സ്നേഹമുണ്ടോ ഹദീസുകളെ വല്ലാതെ ബഹുമാനിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കി,
മഹാനായ സുൽത്താനുൽ ഉലമാ ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അല്ലാഹ് ആഫിയത്ത് നൽകു റബ്ബേ, ദീർഘായുസ്സ് നൽകു റബ്ബേ. ഉസ്താദിന്റെ ജീവിതത്തിലെ പ്രത്യേകത എന്താണ്? എവിടേക്ക് ഉസ്താദ് യാത്ര ചെയ്തു പോയാലും പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്ക് തിരക്ക് പിടിച്ച് എത്ര ദൂരമുണ്ടെങ്കിലും ഉസ്താദ് അവറുകൾ മർക്കസിലെത്തും. കാരണം എന്താണ്? നൂറുകണക്കിന് വരുന്ന ശിഷ്യന്മാർക്ക് ബുഖാരി ക്ലാസ് എടുക്കാനാ. അതെവിടെ പോയാലും ഉസ്താദിന്റെ ജീവിതത്തിൽ ഉസ്താദിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അത് ബുഖാരി ദർസ് നടത്തലാണ്, ഹദീസ് ക്ലാസ് എടുക്കലാണ്. അൽഹംദുലില്ലാഹ്, നൂറുകണക്കിന് വരുന്ന ശിഷ്യന്മാർക്കല്ലേ എല്ലാ ദിവസവും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് ഹദീസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഉസ്താദിന്റെ ജീവിതത്തിൽ ഉസ്താദിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതാണ്, ഹദീസ് ക്ലാസ് എടുക്കലാണ്. അത് മുത്തുനബിയോടുള്ള മഹബത്താണ്. ഹബീബിനോട് മഹബത്തുണ്ടായതുകൊണ്ട് ഉസ്താദിന് ഹദീസിനോട് വല്ലാത്ത മഹബത്ത്. അതുകൊണ്ടാണ് എവിടെ ചെന്നാലും ഹദീസ് ക്ലാസ് എടുക്കാൻ ഉസ്താദ് പിറ്റേന്ന് രാവിലെ തിരക്ക് പിടിച്ച് മർക്കസിലെത്തും. അങ്ങനെ എത്രയെത്രയോ ഉസ്താദിന്റെ ഇന്റർവ്യൂകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ പോലും പരമാവധി ഉസ്താദ് തിരക്ക് പിടിച്ച് മർക്കസിലെത്താൻ ശ്രമിക്കും. എന്താ കാരണം? മറ്റൊരു കാരണമല്ല, ഹദീസ് ക്ലാസ് എടുക്കാനാണ്. ചിലപ്പോ വിദേശത്ത് നിന്നാല് ഒരുപാട് സമ്പന്നന്മാര് മർക്കസിനെയൊക്കെ സഹായിക്കാൻ സാധ്യതയുണ്ടാകും. എന്നാൽ പോലും ഹദീസിന്റെ ക്ലാസിനെ ബഹുമാനിച്ച് പെട്ടെന്ന് മർക്കസിൽ എത്താനുള്ള ഒരു തിരക്ക് ഉസ്താദ് അവറുകൾ കാണിക്കുകയാണ്. അത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് ഹദീസിനോടുള്ള ബഹുമാനമാണ്. അങ്ങനെയാണ് നമ്മുടെ ഉസ്താദുമാരെല്ലാവരും. അവർക്ക് എത്ര തിരക്കുകൾ ഉണ്ടെങ്കിലും ഹദീസ് ക്ലാസുകളോടൊരു വലിയ ബഹുമാനമാണ്. ഒന്നരായ മടവൂർ ബഖവി ഉസ്താദ് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. ഉസ്താദ് അവറുകളൊക്കെ എല്ലാ ദിവസവും തിരക്ക് പിടിച്ച ജീവിതമാണെങ്കിലും എല്ലാ ദിവസവും രാവിലെ ഹദീസ് ക്ലാസ് എടുക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ഉസ്താദുമാരൊക്കെ അങ്ങനെയാണ്. രാവിലെ ഹദീസ് ക്ലാസ് അവര് അത് ഒഴിവാക്കൂല. അത് മുത്തുനബിയോടുള്ള മഹബത്താണ്. നമ്മൾ എല്ലാ ദിവസവും ഒരു ഹദീസെങ്കിലും നമുക്ക് പഠിക്കാലോ. മജ്ലിസിൽ ഒരു ദിവസം ഒരു ഹദീസ് നമ്മൾ പറയും. അതുപോലെ തന്നെ നമുക്ക് ധാരാളം സ്വലാത്തുകൾ ചൊല്ലാലോ. അതൊക്കെ മുത്തുനബിയോടുള്ള മഹബത്തുകളാണ്. അല്ലാഹു നമുക്ക് അതൊക്കെ പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ